എൻ്റെ പേര് ലിൻഡ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ മസ്കറ്റ് ഗ്രൂപ്പിലെ രക്തക്കണ്ണീരിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അപ്പം ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് ഒന്നാമത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. എനിക്ക് ഈർപ്പ് അലർജിയാണ്. അതിൻ്റെ തലേദിവസം വരുന്നതിൻ്റെ തലേദിവസം വരെ തുമ്മലോട് തുമ്മലായിരുന്നു. രാത്രി ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 3 മണി തുടങ്ങി വെളുപ്പിന് ഒരു കാലത്തൊരു 8 മണി വരെ തുമ്മൽ തന്നെ. പിന്നെ മഴ നിൽക്കുമ്പോഴായിരിക്കും ഞാൻ കിടന്നുറങ്ങുക. നാട്ടിൽ എനിക്ക് അങ്ങനെയാണ്. മസ്കറ്റിൽ കുഴപ്പമില്ല, കാരണം അവിടെ മഴയില്ലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ തുമ്മലാണ്. അപ്പം ഞാൻ ഇവിടെ വരുന്നതിൻ്റെ തലേദിവസം ഞാൻ സിട്രിസിനൊക്കെ കഴിച്ച് അലർജിയുടെ ടാബ്ലറ്റ് ഒക്കെ എടുത്തപ്പോൾ ഇവിടെ വരുമ്പോൾ തുമ്മലുണ്ടെങ്കിൽ മെഡിസിൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നേ. പക്ഷെ ഞാൻ ഇവിടെ വന്ന് പെരുമഴ തന്നെയായിരുന്നു. എനിക്കൊരു തുമ്മൽ പോലും ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. എൻ്റെ അമ്മ പറഞ്ഞു, നിനക്ക് തുമ്മലൊന്നും ഉണ്ടാവില്ല, നീ പൊക്കോ. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പോലും അങ്ങനെ അലർജിയുടെ തുമ്മലൊന്നും ഉണ്ടായിരിക്കിയിട്ടില്ല. പിന്നെ അത് മാത്രല്ല, ബ്രദർ തലയിൽ കൈവെക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് എങ്ങനെയാണാവോ വീണ് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണാവോ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ തലയിൽ കൈവെക്കുന്ന മാത്രമേ ഓർമ്മയുള്ളൂ, എങ്ങനെയാ വീണേന്ന് മനസ്സിലാവണില്ല. ഞാനിട്ട് കുറെ ഓർത്തെടുക്കാനൊക്കെ ശ്രമിച്ചത് എങ്ങനെയാ വീണേന്ന്. അതിലും മുന്നേ ഈ ഭയങ്കരമായിട്ട് സുഗന്ധാഭിഷേകമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്നെ കൊതിപ്പിക്കില്ല, എനിക്ക് കാണാൻ കൊതിയേറ്റ് പാടില്ല, എനിക്കൊന്ന് കാണിച്ചു തരണേ മാതാവിനെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് വീഴുമ്പോഴൊക്കെ വെളുത്ത പ്രകാശം മാത്രം കാണുള്ളൂ, മാതാവിനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് ശരിക്കും മാതാവിനെ കാണാൻ പറ്റി. മാതാവിന്റെ മുഖം നല്ല വെളുത്ത് നല്ല വെള്ള സാരി ഉടുത്തൊരു മാതാവിനെ ഞാൻ കണ്ടേ. നല്ല കറുത്ത പിരികും നല്ല വെളുത്ത മാതാവിന്റെ ഡ്രസ്സും മാതാവിന്റെ മുഖമൊക്കെ ഒരുപോലെ ഇരിക്കണ്. വെള്ള സാരി ഉടുത്തൊരു മാതാവിനെ ഞാൻ കണ്ടേ. അപ്പൊ ഞാൻ കുറെ മാതാവിനോട് ഇങ്ങനെ നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നലെ കൗൺസിലിങ്ങിന്റെ സമയത്ത് എൻ്റെ അടുത്ത് കൗൺസിലിംഗ് ചെയ്ത ഗീത ചേച്ചിയാ. അപ്പൊ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും മരിച്ചിട്ട് നല്ല വിഷമുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മാമ്മ മരിച്ചിട്ട് എനിക്ക് എപ്പോഴും അത് ഓർക്കുമ്പോ കാരണം അമ്മാമ്മക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയുന്ന ഒരു അമ്മാമ്മയായിരുന്നില്ല. അപ്പൊ മരിച്ചിട്ട് ഞാൻ വിചാരിക്കും, അമ്മാമ്മ സ്വർഗത്തിലാണോ ഇനി ശുദ്ധീകരണ സ്ഥലത്താണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഞാൻ വളരെ വിഷമിച്ച് കരഞ്ഞ പ്രാർത്ഥിക്കാറ്. കരുണയുടെ കൊന്തയൊക്കെ കൈ വിരിച്ച് പിടിച്ച് നിന്ന് ഒക്കെ ചൊല്ലി. അതുപോലെ തന്നെ രക്തക്കണ്ണീരിന്റെ ജപമാലയും 7 പ്രാവശ്യമൊക്കെ ചൊല്ലുന്ന സമയത്തും എനിക്ക് അമ്മാമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് കൊന്ത ചൊല്ലിക്കഴിഞ്ഞാൽ, രക്തക്കണ്ണീരിന്റെ കൊന്ത ചൊല്ലിക്കഴിഞ്ഞാൽ മോചനം കിട്ടുന്നൊക്കെ. അതുപോലെ തന്നെ കുറച്ച് നാളിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നില്ല. അമ്മാമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് കരച്ചിലേ വരുന്നില്ല. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കണ അമ്മാമ്മ സ്വർഗത്തിൽ പോയിട്ടുണ്ടാവും, അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് ചേച്ചി ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ മോള് ഇന്നലെ ആരാധനയുടെ സമയത്താണ് ബ്രദർ കൈവച്ചപ്പെടോ അവള് വീണിട്ട് ഇന്നലെ രാത്രി എന്നോട് പറയും, അവള് കരഞ്ഞ് അവള് പറയും അവളുടെ മുഖമൊക്കെ ഇങ്ങനെ ചൂട് പോലെ അവൾക്ക് തോന്നി. മാതാവ് അവളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവളോട് ചോദിച്ചു, അമ്മാമേനെ കാണണോന്ന് ചോദിച്ചു എന്ന്. അപ്പൊ അവള് പറഞ്ഞു അമ്മാമേനെ കാണണമെന്ന് പറഞ്ഞപ്പോ അമ്മാമേനെ കാണിച്ചു കൊടുത്തു. അമ്മാമ്മ വെള്ള സാരി കൊടുത്ത് മേഘത്തിന്റെ പോലത്തെ കൊന്തം ചൊല്ലിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് ശരിക്കും മനസ്സിലായി, അമ്മാമ്മ സ്വർഗത്തിൽ തന്നെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മോളെ കൊണ്ട് എന്നെ കാണിപ്പിച്ചതാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി. തമ്പുരാൻ കൊടുത്ത വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്.